ഹായ് മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നല്ല മഴയൊക്കെയാണെന്ന് കേട്ടു നാട്ടില്. ഇതുപോലെ ഒരു കയ്പയ്ക്ക പുളിയും കൂട്ടിയിട്ട് ഒരു പാലക്കാടൻ ഉച്ചയൂണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? കയ്പയ്ക്ക പുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 കയ്പയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ മൂത്തിട്ടില്ലാത്ത കയ്പയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. നടുക 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല കയ്പയ്ക്ക കേട്ടോ. ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരാഴ്ചയായി, എന്നാലും അത് അങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കയ്പയ്ക്ക പുളി ഉണ്ടല്ലോ, എൻ്റെ അമ്മയുടെ റെസിപ്പി ആയതുകൊണ്ട് ഇതിന് എനിക്ക് അളവുകളൊന്നും അറിയില്ല. ഒക്കെ കൈ അളവിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും കൈ അളവ് അനുസരിച്ചിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ റെസിപ്പി ഉണ്ടല്ലോ, ഞങ്ങൾ നാഗ്പൂർ താമസിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പാലക്കാടുള്ള തന്നെ ഒരു നമ്പൂരി സ്ത്രീ ഉണ്ടായിരുന്നു. അവരെൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ റെസിപ്പി. അപ്പോൾ അമ്മ ഈ കയ്പയ്ക്കപ്പുള്ളി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴൊക്കെ പറയും. അവരെ നല്ലോണം ഓർമ്മിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഓർമ്മയുള്ള കാലം വരയ്ക്കും. അങ്ങനെ സ്റ്റൗവിൽ ഒരു ചീഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഈ കയ്പയ്ക്ക നുറുക്കിയത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയാലും വിരോധമൊന്നുമില്ല, കരിഞ്ഞു പോരുത്, കരിയാതെ നോക്കണം. കയ്പയ്ക്കയും കയ്പല്ലേ, കരിഞ്ഞു പോയ ആ ഒരു കയ്പും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കൂട്ടാനിൽ കേട്ടോ. അപ്പം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ കൂട്ടാനിന് ചേർക്കാനുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊത്തമല്ലി, ഒരു 3-4 ചുമന്ന മുളക്, പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 കപ്പ് നാളികേരവും, പിന്നെ ഒരു 2 സ്പൂൺ എള്ള്. ഇത് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കൊത്തമല്ലിയുടെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇടാൻ. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇത് നാളികേരം ബ്രൗൺ ഒന്നും ആവണ വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. കണ്ടോ, എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. 2 വലിയ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. ഈ എള്ളും ചുമന്ന ഉള്ളിയും നാളികേരവും കൊത്തമല്ലിയും ഇതെല്ലാം കൂടിയിട്ട് വറുക്കുമ്പോൾ ആ മണം വീട് മുഴുവൻ സ്പ്രെഡാവും കേട്ടോ. എന്തോരം നല്ല സ്മെല്ല വരിക അറിയാം. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കുക, എന്താ നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കുന്നതെന്ന്. അത്രയും നല്ല സ്മെല്ല് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഏത് പാത്രത്തിൽ ഉണ്ടാക്കണ വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക പുളിവെള്ളം. പിന്നെ നമുക്ക് എത്ര വെള്ളം വേണോ കൂട്ടാന് അതനുസരിച്ചിട്ടുള്ള വെള്ളം പുളിയിൽ ചേർക്കുക. അപ്പോഴേക്കും നമ്മളുടെ കയ്പയ്ക്കൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യം അതൊന്നും എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പുളിവെള്ളം തിളപ്പിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പുളിവെള്ളം നന്നായിട്ട് വേവണം കേട്ടോ. തിളച്ചാൽ മാത്രം പോരാ, നന്നായി വെന്താലേ ആ പച്ച മണം പോളൂ പുളിയുടെ. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതും കൂടിയിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതാ കയ്പയ്ക്ക മൂത്തത് പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി മൊരിഞ്ഞതല്ലേ. അത് 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ അരവ് അങ്ങോട്ട് അതിൽ ഒഴിക്കാം. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ
അത് പാകത്തിലാവും. ഒരുപാട് വെള്ളം പോലെ ആവരുത് ഈ കറി കേട്ടോ. കുറച്ചൊരു സെമി സോളിഡ് സ്റ്റേജിലായിരിക്കണം. അപ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് തോന്നുക നമുക്ക്. പിന്നെ ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടിയിട്ട് ചേർക്കണം. പിന്നെ ഇതിൽ താളിക്കാനായിട്ട് ഞാൻ കയ്പ്പയ്ക്ക മൂപ്പിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് കടുകും 1 കപ്പൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ചുമന്ന ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ കൂട്ടാനിൽ ചേർക്കുക കേട്ടോ. ഇത് അങ്ങോട്ട് ആ കൂട്ടാനിലേക്ക് കൊട്ടിയതിന് ശേഷം ഉടനെ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് തുറക്കാൻ പാടുള്ളൂ. പക്ഷെ അതിന് മുമ്പേ എനിക്ക് ചോറുണ്ണാനുള്ള കൊതിയായിരിക്കണം ഇത് കണ്ടിട്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ എത്ര കൊതിയാണെങ്കിൽ ഇപ്പൊ കൂട്ടി നോക്കിയാലോ. അപ്പൊ എല്ലാവരും വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കേട്ടോ.